ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 പേരും കൂടി പോണത് കടൽ കാണാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ആഗ്രഹിക്കുന്നു പോകണമെന്ന്. പക്ഷേ കുറച്ച് കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരു വട്ടം കടൽ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. പക്ഷേ അന്ന് 2 ഓണം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പകുതിക്ക് വെച്ചിട്ട് പിന്നെ തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മഴക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു മഴ പെയ്യുന്നോ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് മഴ പെയ്യുന്നുള്ളത്. കാരണം അതുപോലെയാണ് മഴക്കാരുണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോൾ. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരക്ക് കുറവായിരുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈവനിങ് ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ വാവനെ ഫസ്റ്റ് ആയിട്ട് കടൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അന്തം വിട്ട പോലെയാണ് നിന്നിരുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കൊണ്ട് കയറ്റിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെന്ന് അപ്പോഴാണ് ജിഷ്ണേട്ടൻ പറയണത് അത് ഡാമേജ് ആയിട്ടിരിക്കുകയാണെന്ന് കേട്ടോ. എന്താ ചെയ്യുക, അങ്ങനെ അതും കണ്ടു. പിന്നെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം തിരക്കോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നണം. അങ്ങനെ വലിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ ചാവക്കാട് ബീച്ചല്ലാട്ടോ. അപ്പോൾ ആകെ മാറിയിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ബീച്ചിലേക്കൊക്കെ പോണത്. ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മെറ്റേണിറ്റി ഷൂട്ടിനാണ് കേട്ടോ. അത് പിന്നെ ഭയങ്കര കാലത്ത് നേരത്തെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോണു നനയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, നല്ല കാറ്റായതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാനതൊന്നും മൈൻഡ് വയ്ക്കാണ്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. ഞാൻ കുറേ ജിഷ്ണനെ വിളിച്ചു. പക്ഷെ ആൾ വന്നില്ല, കാല് നനയ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞു, വെള്ളത്തിൽ നനയണില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കുറേ വീഡിയോസും അതുപോലെ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു കേട്ടോ. പിന്നെ റീൽസ് എടുക്കാനുള്ള സംഭവങ്ങളും അങ്ങനെ കുറേ എടുത്തു. അപ്പം ഞാൻ വെള്ളത്തിൽ കളിക്കണുണ്ട്. അപ്പോൾ വാവ പിന്നെ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അങ്ങനെ അവനും എടുത്ത് കൊണ്ടുവന്നു. പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. മഴ സത്യം പറഞ്ഞാൽ പെയ്തില്ല എന്ന് വേണം പറയാൻ. കുറച്ച് നേരം ഈ വെള്ളത്തിൽ കളിച്ചപ്പോൾ തന്നെ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പ്രാന്താണ്. കാരണം കുളിക്കുന്ന ടൈമിലൊക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കരച്ചിലാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും വാവേനെയും കൂടി വെള്ളം നനപ്പിക്കാമെന്ന്. അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ അവനവിടെ കൊണ്ട് നിർത്തിയപ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾ ഭയങ്കര ഒരു വികാരമില്ലാണ്ട് നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാലുമ്പോൾ വെള്ളം നനഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ആൾ ഫുൾ ഹാപ്പി ആയിട്ടാണ്. നല്ല രീതിക്ക് തന്നെ അവൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ കടലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ കാർമേഘമൊക്കെ വന്ന് മൂടി കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ എടുത്തു കേട്ടോ. കാരണം അവൻ അധികം നേരം നിർത്തിയാൽ ശരിയാവില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം അവനെ എടുത്ത് നിന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉപ്പിലിട്ട മാങ്ങ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 2-3 കടകളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷേ ജിഷ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ജിഷ്ണനെ കഴിക്കാനുണ്ട് എനിക്ക് എന്തായാലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും മേടിക്കാമെന്ന്. കുറേ സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ വാഴയുടെ എന്താ പറയാന്നറിയില്ല, കുടപ്പൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അധികം വെറൈറ്റി പിടിക്കാൻ നോക്കിയില്ല. ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും ആയിരുന്നു കേട്ടോ. എനിക്ക് മധുരമുള്ള സാധനത്തും ഇങ്ങനെ കൂട്ടി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതാണ്. പിന്നെ അവിടെ ആദ്യം തന്നെ ഞങ്ങൾ ചോദിച്ചത് ഗൂഗിൾ പേ ഉണ്ടോയെന്നാണ് കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കയ്യിൽ പൈസ നമ്മളങ്ങനെ വെക്കാറില്ല, ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ തീരെ ഗൂഗിൾ പേ സൗകര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ചേച്ചിയോട് ആദ്യം തന്നെ ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കുള്ള പൈനാപ്പിളാണ് കേട്ടോ എടുക്കുന്നത്. 2 പൈനാപ്പിളും അതുപോലെ തന്നെ 2 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ, കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഉപ്പിലിട്ട മാങ്ങ തിന്നണത്, എന്തെങ്കിലും ഉണ്ടാകുമെന്ന്. വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ മേലെ ഈ സംഭവം ഈ ഒരു ചോന്നിട്ടുള്ള ഈ ഒരു ചട്നി പോലത്തെ ഒരു സാധനം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ആളുടെയും കൈമ ആക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ജിഷ്ണേട്ടൻ എനിക്ക് വായിൽ വെച്ച് തരാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. കാരണം മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീനാവും. അതിനിടയിലാണ് കേട്ടോ ഈ ഫോട്ടോ എടുക്കണ ചേട്ടനെ കണ്ടത്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ അവിടെ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് വാവേനെ കയറ്റാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വാവയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പാർക്കിൽ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം നേരം പിന്നെ അവിടെ നോക്കി നിന്നില്ല. പക്ഷേ വാവ അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട്
എന്നാലും ഞങ്ങൾ കുറേ ടൈം പാർക്കിൻ്റെ അവിടെ നിന്നു കേട്ടോ, വെറുതെ അങ്ങനെ നോക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചു അവിടെ നിന്ന്. അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങൾ വാവയുടെ പിറന്നാൾ ആവാറായിട്ട്, ഈ നവംബറിലാണ് വാവയുടെ പിറന്നാൾ, 1 വയസ്സാവാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പിന്നെ വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പോൾ ജിഷ്ണാൻ്റെ എൻ്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറയുന്നത് ചിക്കിങ്ങാണ്. അപ്പോൾ പിന്നെ ജിഷ്ണയുടെ മോനെ എന്തായാലും ചിക്കിങ് കഴിക്കാമെന്ന്. പിന്നെ ഞങ്ങൾ ചാവക്കാട് ചിക്കിങ്ങിൽ ഇതുവരെ പോയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ചാവക്കാട് ബസ് സ്റ്റാൻഡിലുള്ള ചിക്കിങ്ങിക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഗുരുവായൂർ ചിക്കിങ്ങിലൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ. പക്ഷെ ഇവിടുത്തെ ആംബിയൻസും നല്ല രസത്തിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂരത്തേനേക്കാളും രസം എനിക്ക് തോന്നിയത് നമ്മുടെ ചാവക്കാട് ചിക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ചെറിയൊരു ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി എന്താ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ജിഷ്ണേട്ടൻ മെയിനായിട്ട് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റംസ് നമ്മൾ നോക്കാറില്ല കേട്ടോ. ഇപ്പോഴും ഈ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് നോക്കാറ്. അപ്പോൾ അത് തന്നെയല്ലേ ഓർഡർ ചെയ്യാൻ പോകണമെന്ന് ഞാൻ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൂപ്പര് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് മാറി മാറി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിരിക്കുകയാണ്. എന്തായാലും അവസാനം ചെന്നെത്തുക ഈ പറഞ്ഞ സംഭവത്തുമ്മയ്ക്ക് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കുറേ നോക്കിയിട്ട് അവസാനം ബിരിയാണി പോയി പറയില്ലേ, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെയും കാര്യം. അവസാനം എന്തായാലും ഫ്രൈഡ് ചിക്കനും എന്നെ പിടിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്തായാലും 15 മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വാവേനെ അവിടെ മറ്റേ കളിക്കുന്ന സംഭവങ്ങളില്ലേ അതിൻ്റെ അവിടേക്കൊന്ന് കൊണ്ടുപോകാമെന്ന്. കാരണം അവന് അങ്ങനത്തെയൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുത്തി അവന് പറ്റിയിട്ടുള്ള സാധനം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വഞ്ചി പോലുള്ള സാധനം ആദ്യം അവൻ ഇരിക്കണില്ല, അതുമ്പോൾ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ പിടിച്ചിരുത്തിയിട്ട് പിന്നെ അങ്ങനെ കൈ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമില്ല, അതുമ്പോൾ പിടിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അപ്പോൾ പിന്നെ ആൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഉണ്ണീനെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ, നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോകാനാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.